മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ ആശങ്ക കൂട്ടി മരണനിരക്ക് ഉയരുകയാണ്. ഇതുവരെ 472 മരണം സ്ഥിരീകരിച്ചു. 1400-ലധികം ആളുകളെ കാണാതായി. മലയാളികളടക്കമുള്ള 290 ഇന്ത്യക്കാരെ കണ്ടെത്താൻ വിദേശകാര്യ മന്ത്രാലയം ശ്രമങ്ങൾ തുടരുകയാണ്. ടിബറ്റ് ഭാഗത്തുള്ള തടയണ തകർന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ ഓരോ മണിക്കൂറിലും മരണനിരക്ക് ഉയരുകയാണ്. മരിച്ചവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കി. കാണാതായവരെ കണ്ടെത്താൻ 13,000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചു. ടിബറ്റ് ഭാഗത്ത് തടയണ തകർന്നായ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പലയിടത്തും രക്ഷാപ്രവർത്തനം നിർത്തിവച്ചു. ആളുകൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ നേപ്പാൾ പോലീസ് നിർദ്ദേശം നൽകി. രക്ഷാപ്രവർത്തനത്തിന് രാജ്യത്ത് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടെന്നും ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ദൗത്യസംഘങ്ങൾ എത്തിയാൽ ഏകോപനത്തെ ബാധിക്കും എന്നും നേപ്പാൾ ഭരണകൂടം വ്യക്തമാക്കി. സാമ്പത്തിക സഹായവും മരുന്ന് അടക്കം ദുരിതാശ്വാസ സാമഗ്രികൾ സ്വീകരിക്കും. കണ്ടെത്താനുള്ള 290 ഇന്ത്യക്കാരുമായി ആശയവിനിമയം സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നേപ്പാൾ സർക്കാരുമായി ഇന്ത്യൻ എംബസി നിരന്തര സമ്പർക്കത്തിലാണ്. രക്ഷപ്പെടുത്തിയ 84 ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടപടികൾ വേഗത്തിലാക്കി. നേപ്പാളിലേക്ക് കൂടുതൽ സഹായവുമായി ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ ഇന്നും സർവീസ് നടത്തും. ഇതുവരെ 2 വിമാനങ്ങളിലായി 47.5 ടണ്ണിലേറെ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലെത്തിച്ചു. പ്രളയജലം ഒഴുകിയെത്തുന്ന ബീഹാർ, UP അതിർത്തികളിൽ ജാഗ്രത തുടരുകയാണ്. ഗണ്ഡക് നദീതീരത്തു നിന്നും ഇന്നലെ കണ്ടെത്തിയ 3 മൃതദേഹങ്ങൾ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അതേസമയം നേപ്പാളിൽ മൃതദേഹത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. റിപ്പോർട്ടർ, ദില്ലി.